നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പുളിമാവു വെട്ടി എന്ന കവിതയാണ്. പുറം പറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളർക്കൊരു പൂരം, മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം. ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗളാവിലിരിപ്പായി. ഒട്ടുമാവുകളതു കേട്ടോ തളിർനാക്കു കടിച്ചേ നിൽപ്പായി. പച്ചക്കല്ലു വിളഞ്ഞു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം, പാടത്തിൻ്റെ കരയ്ക്കിതു നിൽപ്പു നമ്മുടെ കുടിലിനടയാളം. പൂത്തു നിൽക്കുന്നളവിലിതത്രേ ദേവന്മാർക്കുള്ളാവാസം, പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർ തൻ പൊഴിയും മൃദുഹാസം. ഉച്ചയ്ക്കിവിടെയിരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചു കളകളങ്കം, പിച്ച നടന്നൊരു നാൾ മുതലേ തൽ പൊരുളറിവൂ നാം അപശങ്കം. മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥനിന്നാവേശം, മറുത്തു പറയാനാരുണ്ടയ്യോ നമുക്കു കരയാൻ അവകാശം. പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടിപാർക്കാൻ. കുരുത്ത നാൾ തൊട്ടിന്നോളം തല കുനിച്ചിടാത്തോനീ വൃദ്ധൻ, കൂറ്റൻ മഴുവേറ്റടിയും നേരം കുലുങ്ങിടുന്നു ഭൂചക്രം. പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർക്കാറ്റെ, ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ. പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനിനിയില്ലാരും, പൂന്തേൻ കൂട്ടി കനികളുരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും. പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർക്കാറ്റെ, ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ. പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനിനിയില്ലാരും, പൂന്തേൻ കൂട്ടി കനികളുരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും. പ്രശസ്ത കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് 1906 ഡിസംബർ 23 ജനിച്ചു. കാൽപ്പനിക ലോകത്ത് അഭിരമിച്ചിരുന്ന മലയാള കവിതയെ റിയലിസത്തിലേക്ക്, വാസ്തവികതയിലേക്ക് ആനയിച്ചവരിൽ പ്രധാനി. ശക്തിയുടെ കവി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക. മധുര കോമള ഭാവം തുളുമ്പി നിന്നിരുന്ന മലയാള കാവ്യലോകത്ത് പരുപരുത്ത ജീവിതയാഥാർത്ഥ്യങ്ങളെ കലർപ്പുകളില്ലാതെ അദ്ദേഹം ആവിഷ്കരിച്ചു. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്ന വരികൾ വായനക്കാരിൽ വിപ്ലവാവേശം നിറച്ചു. കറുത്ത ചെട്ടിച്ചികൾ, പുത്തൻ കലവും അരിവാളും, പൂതപ്പാട്ട്, ഒരു പിടി നെല്ലിക്ക, കാവിലെപ്പാട്ട്, തത്വശാസ്ത്രങ്ങൾ ഉറങ്ങുമ്പോൾ എന്നിവ പ്രധാന കവിതാ സമാഹാരങ്ങളാണ്. നമുക്കിനി കവിതാഭാഗം ഒന്ന് വിശകലനം ചെയ്യാം. പുറം പറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളർക്കൊരു പൂരം, മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം. പുറംപറമ്പിൽ പുളിമാവൊന്നുണ്ട്. പുറംപറമ്പ് വീടിനും തൊടിക്കും വെളിയിൽ ദൂരെ. പുറംപറമ്പിൽ എന്താണുള്ളത്? പുളിമാവുണ്ട്. പുളിരസമുള്ള എന്ന് പറഞ്ഞാൽ മാമ്പഴത്തിന് പോലും അല്പം പുളിരസമുള്ള മാവാണ്, ഒരിനം നാട്ടുമാവാണ് ഇവിടെ ഉദ്ദേശിക്കുക. പുറംപറമ്പിൽ പുളിമാവൊന്നുണ്ട് ആരാൻ പിള്ളർക്കൊരു പൂരം. ആരാൻ പിള്ളേർ എന്താണ്? അന്യരുടെ, തൻ്റെ അല്ല അല്ലേ. ഇപ്പം തൻ്റെ പറമ്പിൽ കളിക്കുന്നത് അന്യരുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ കുട്ടികളാണ്. അപ്പോൾ നാട്ടിലെ പിള്ളേരൊക്കെ എന്താണ്? തൻ്റെ പറമ്പിലെ മാവിൻ ചുവട്ടിലാണ് കളിക്കുന്നത്. അപ്പോൾ കളിയും ചിരിയും തമാശകളുമായി അവർ ഒരുമിച്ച് കൂടുന്നത് ആ പുറംപറമ്പിൽ നിൽക്കുന്ന പുളിമാവിൻ ചുവട്ടിലാണ്. നല്ല തണലും തണുപ്പും സ്വാദിഷ്ടമായ മാമ്പഴങ്ങളും ഒക്കെയുള്ള ആ മാവിൻ ചുവട് കുട്ടികൾക്ക്
സന്തോഷത്തിൻ്റെ ഇടമാണ്. അപ്പോൾ അവരങ്ങനെ അവിടെ ഒത്തുകൂടുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അന്യരുടെ കുട്ടികൾ, അന്യർ തൻ്റെ പറമ്പിൽ കയറുന്നതിൽ, തൻ്റെ മാവിൻ ചുവട്ടിൽ കളിക്കുന്നതിൽ ഒരല്പം അനിഷ്ടം തീർച്ചയായും നമ്മുടെ ഉടമസ്ഥനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ധാർഷ്ട്യത്തോടെ അയാൾ പറയുകയാണ്, പുറം പറമ്പിൽ പുളിമാവൊന്നുണ്ട് ആരാൻ പിള്ളർക്കൊരു പൂരം, മുറിച്ചു തള്ളി പലക പിടിപ്പിൻ. ആ മാവ് മുറിച്ചു തള്ളുക, അല്ലേ? അപ്പോൾ മുറിച്ചു തള്ളുക എന്ന പ്രയോഗത്തിൽ നിന്ന് ഉടമയുടെ ധാർഷ്ട്യവും അവഗണനയും ഇഷ്ടക്കേടും എല്ലാം സ്പഷ്ടമാണ്. മുറിച്ചു തള്ളി പലക പിടിപ്പിൻ, ആ മാവിൻ്റെ തടി നല്ല പലകയ്ക്ക് കൊള്ളാം. അപ്പം അതുകൊണ്ട് തന്നെ ആ മാവ് വെട്ടി പലക പിടിക്കാനാണ് ഉടമസ്ഥൻ കൽപ്പിക്കുക. വാങ്ങി ഞാനതിന് അച്ചാരവും വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻകൂറായി നൽകുന്ന പണമാണ് അച്ചാരം. അപ്പോൾ താൻ അതിനുള്ള അച്ചാരവും വാങ്ങിക്കഴിഞ്ഞു. ഉടമ കൽപ്പിച്ചിരിക്കുന്നത്? പുറംപറമ്പിൽ നിൽക്കുന്ന പുളിമാവ് വെട്ടാനാണ് കൽപ്പന കൊടുത്തിരിക്കുന്നത്. അത് വെട്ടി പലക പിടിക്കുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗ്ലാവിലിരിപ്പായി. ഇപ്പോൾ ഉടമ കൽപ്പന കൊടുത്തതിന് ശേഷം തൻ്റെ ബംഗ്ലാവിലിരിക്കുകയാണ്. അപ്പോൾ ഉടമ ബംഗ്ലാവിലിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് ആ സ്ഥലത്തെ പ്രമാണിയും സമ്പന്നനുമാണ് ഉടമസ്ഥൻ എന്ന് സ്പഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ പുറംപറമ്പിൽ നിൽക്കുന്ന പുളിമാവ് വെട്ടുവാനാണ് കൽപ്പന കൊടുത്തത്. ഒട്ടുമാവുകൾ അതു കേട്ടോ തളിർനാക്കു കടിച്ചേ നിൽപ്പായി. ഒട്ടുമാവുകൾ അതു കേട്ടതിനാലാവാം തളിർനാക്കു കടിച്ചു നിൽക്കുന്നത് എന്ന് കവി സംശയിക്കുകയാണ്. അപ്പം നാളെ പുളിമാവിൻ്റെ ഗതി തന്നെയാണ് തങ്ങൾക്കും ഉണ്ടാവുക എന്ന് ഒട്ടുമാവുകൾക്കറിയാം. അതിൻ്റെ ആശങ്കയും ഭയവും ഒക്കെ ഒട്ടുമാവുകൾക്ക് ഉണ്ട്. ഇപ്പോൾ ഒട്ടുമാവുകൾ ബഡ് ചെയ്ത മാവുകളാണ്. അപ്പോൾ വളരെ നേരത്തെ കായ്ക്കുകയും ഒപ്പം തന്നെ കൂടുതൽ ഫലപുഷ്ടിയും ഒപ്പം വലിപ്പവും ഒക്കെയുള്ള മാങ്ങ ഉണ്ടാവുന്ന ഒട്ടുമാവുകൾ നമ്മളെല്ലാവരും വാങ്ങി വയ്ക്കാറുണ്ട്. പച്ചക്കല്ലു വിളഞ്ഞു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം. പച്ചക്കല്ലു വിളഞ്ഞു കിടക്കുന്ന ഗിരിശൃംഗത്തിൻ പ്രതിരൂപം പാടത്തിൻ്റെ കരയ്ക്കിതു നിൽപ്പൂ നമ്മുടെ കുടിലിനടയാളം. പച്ചക്കല്ല് വിളഞ്ഞു കിടക്കുന്ന ഗിരിശൃംഗത്തിൻ്റെ പ്രതിരൂപം പോലെ കാണപ്പെടുന്നത് നമ്മുടെ പുളിമാവാണ്. അപ്പോൾ പച്ചക്കല്ല് വിളഞ്ഞു കിടക്കുന്ന ഗിരിശൃംഗത്തിൻ്റെ പ്രതിരൂപം പോലെ. ഗിരിശൃംഗം കൊടുമുടിയ. അപ്പോൾ പച്ചരത്നക്കല്ലുകൾ നിറഞ്ഞ ഗിരിശൃംഗം പോലെ നിൽക്കുകയാണ് നമ്മുടെ പുളിമാവ്. നിറയെ മാങ്ങകളുണ്ട്, അല്ലെ? നല്ല കരുത്തോടെ ഒപ്പം നല്ല പച്ചപ്പോടെ പടർന്നു പന്തലിച്ചു നിറയെ മാങ്ങകളുമായി നിൽക്കുന്ന ആ പുളിമാവ്, പാടത്തിൻ്റെ കരയ്ക്കു നിൽക്കുന്ന ആ പുളിമാവ് നമ്മുടെ കുടിലിൻ്റെ അടയാളമായിരുന്നു എന്ന് പറയുകയാണ്. പൂത്തു നിൽക്കുന്നളവിലിതത്രേ ദേവന്മാർക്കുള്ള ആവാസം. പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർ തൻ പൊഴിയും മൃദുഹാസം. പൂത്തു നിൽക്കുന്ന സമയത്ത് ആ മാവ് ദേവന്മാരുടെ ആവാസ സ്ഥലമാണ്. പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർ തൻ പൊഴിയും മൃദുഹാസം. പുലരെ പുലരെ ഓരോ പ്രഭാതത്തിലും കാണാം ദേവന്മാരുടെ ആ മൃദുഹാസം ആ ചില്ലകളിൽ കാണുവാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ പ്രഭാതത്തിലും, പ്രത്യേകിച്ച് മാവ് പൂക്കുന്ന സമയത്ത് ഓരോ ദിവസവും പുതിയ പുതിയ മാമ്പൂവിൻ കുലകൾ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ആ മാമ്പൂവിൻ കുലകളെ, പുതിയതായി ഉണ്ടാവുന്ന മാമ്പൂവിൻ കുലകളെ ചില്ലകളിൽ കാണപ്പെടുന്ന മാമ്പൂവിൻ കുലകളെ എന്തായി കാണുന്നു? ദേവന്മാരുടെ മൃദുഹാസമായി സങ്കല്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് അവിടെ ഇരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകൾ അകളങ്കം. ഉച്ചയ്ക്ക് ആ മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുകയാണ് എങ്കിൽ അവിടെ ഇരുന്നാൽ എന്തു കേൾക്കാം? ദേവന്മാരുടെ പേച്ചു കേൾക്കാം. പേച്ച് സംസാരമാ. അകളങ്കം, അകളങ്കമായ നിഷ്കളങ്കമായ അവരുടെ സംസാരം കേൾക്കാം. അവരുടെ സല്ലാപം കേൾക്കുവാനായിട്ട് പറ്റും. പിച്ച നടന്നൊരു നാൾ മുതലേ തൽ പൊരുളറിവൂ നാം അപശങ്കം. ഇപ്പോൾ പിച്ച നടക്കുവാൻ തുടങ്ങിയ നാൾ മുതൽ താൻ ഇവയുടെയൊക്കെ പൊരുളറിഞ്ഞു തുടങ്ങിയതാ. അപ്പോൾ ഈ മാവിൻ ചുവട് ശൈശവം മുതൽ, പിച്ച നടക്കുവാൻ തുടങ്ങിയ കാലം മുതൽ തനിക്ക് ചിരപരിചിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയുടെ പൊരുളെല്ലാം തനിക്ക് ഒരു ശങ്കയുമില്ലാതെ, ഒരു സംശയവുമില്ലാതെ തനിക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥൻ നിന്ന ആവേശം. അപ്പോൾ ആ മാവ് മുറിച്ചു തള്ളി പലക പിടിക്കുവാൻ ഉടമസ്ഥന് ഇന്ന് വലിയ ആവേശമാണ്. കാരണം അതൊരു വലിയ മാവാണ്, അതിൽ നിന്ന് നിറയെ പലക കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുറിച്ചു തള്ളി പലക പിടിക്കുവാൻ ഉടമസ്ഥന് വലിയ ആവേശമാണ്. മറുത്തു പറയാൻ ആരുണ്ടയ്യോ നമുക്കു കരയാൻ അവകാശം. ഇപ്പോൾ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആ വൻമരം, വൻമരം നല്ലൊരു മുതലായി, തടിയായി
ഉടമ കാണുകയും അത് മുറിച്ചു തള്ളി പലക പിടിക്കുവാൻ അദ്ദേഹം ആവേശം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെ എതിർക്കുവാൻ, മറുത്തു പറയുവാൻ ആരാണ് ഉള്ളത്? നമുക്ക് കരയുവാൻ മാത്രമാണ് അവകാശമുള്ളത്. തനിക്ക് സങ്കടപ്പെടുവാനും കരയുവാനും മാത്രമേ സാധിക്കൂ എന്ന് കുടിയാൻ ഇവിടെ പരിതപിക്കുകയാണ്. പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ, പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടിപാർക്കാൻ. പച്ചത്തണലും കൊത്തിയെടുത്തിട്ട് അകലെ പാറിൻ പറവകളെ. ഇപ്പോൾ പറവകളോട് പച്ചത്തണലും കൊത്തിയെടുത്തിട്ട് അകലേക്ക് പറന്നു പോകുവാനാണ് പറയുക. നിങ്ങൾക്കിവിടെ കുടിപാർക്കുവാൻ പട്ടയം നൽകിയിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ കൈവശാവകാശ രേഖയില്ല അല്ലേ? അപ്പോൾ എന്താണ്, ദീർഘകാലമായി നിങ്ങളിവിടെ ഈ മരത്തണലിൽ വിശ്രമിക്കുകയും ജീവിക്കുകയും കൂടുവയ്ക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾ ഇതിൻ്റെ ഉടമസ്ഥരല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ കുടിപാർക്കുവാൻ പട്ടയമാരും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പറന്നു പോയിക്കൊള്ളുക. പച്ചത്തണലും കൊത്തിയെടുത്ത് പറന്നു പോവുക. ഇനി എന്താണ്, ഈ മരത്തിൻ്റെ തണൽ നിങ്ങൾക്കില്ല, ഈ പച്ചപ്പില്ലാതാവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ പച്ചത്തണലും കൊത്തിയെടുത്തുകൊണ്ട് അകലേക്ക് പറന്നു പോകുവാൻ കിളികളോട് പറയുകയാണ്. കുരുത്ത നാൾ തൊട്ടിന്നോളം തല കുനിച്ചിടാത്തോനീ വൃദ്ധൻ, കൂറ്റൻ മഴുവേറ്റടിയും നേരം കുലുങ്ങിടുന്നു ഭൂചക്രം. കുരുത്ത നാൾ തൊട്ട് ഇന്നോളം തല കുനിച്ചിടാത്തോനാണ് ഈ വൃദ്ധൻ. അപ്പം ഈ മാവ് വളരെ കാലമായി അവിടെ നിൽക്കുന്നു, വളരെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ മാവ് എന്ന് സ്പഷ്ടമാണ്. വൃദ്ധൻ എന്നാണ് മാവിനെ വിശേഷിപ്പിച്ചിരിക്കുക. അപ്പോൾ തീർച്ചയായും അതുകൊണ്ട് തന്നെ എന്താണ്, കാറ്റും മഴയും വെയിലുമൊക്കെ അതിജീവിച്ച് ദീർഘകാലമായി ആ മാവ് അങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. ഒരു മുതിർന്ന കാരണവരെ പോലെ അങ്ങനെ എന്താണ് നിൽക്കുകയാണ്. പക്ഷേ എന്താണ്, ഇന്നുവരെ ആ തല കുനിക്കാത്ത ആ വൃദ്ധൻ മാവ് കൂറ്റൻ മഴുവേറ്റടിയുകയാണ്. കൂറ്റൻ മഴുവേറ്റടിയും നേരം കുലുങ്ങിടുന്നു ഭൂചക്രം. അപ്പോൾ ഭൂഗോളമാകെ കുലുങ്ങുകയാണ്. കൂറ്റൻ മഴുവേറ്റടിയും നേരം. അപ്പോൾ എന്താണ്, കൂറ്റൻ മഴുവേറ്റടിയുന്ന സമയത്ത് ഭൂചക്രം കുലുങ്ങുന്നു, ഭൂഗോളമാകെ കുലുങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയ ഒരു വൃക്ഷമാണ് എന്നുള്ളത് സ്പഷ്ടമാണ് അല്ലേ? കൂറ്റൻ മഴുവേറ്റടിയും നേരം കുലുങ്ങിടുന്നു ഭൂചക്രം. ഭൂഗോളമാകെ കുലുങ്ങുകയാണ്. സ്വന്തം മാറത്തമ്മ മഹിക്കേരി തീക്കനൽ വീണാൽ വീണോട്ടെ. അപ്പോൾ മാവ് മഴുവേറ്റ് നിലം പതിച്ചപ്പോൾ ഭൂമിയാകുന്ന അമ്മയുടെ മാറിൽ തീക്കനൽ വീഴുകയാണ്. സ്വന്തം മാറത്തമ്മ മഹിക്കേരി തീക്കനൽ വീണാൽ വീണോട്ടെ. അപ്പം ഭൂമിയാകുന്ന അമ്മയുടെ നെഞ്ചിൽ തീക്കനൽ വീണാലും കുഴപ്പമില്ല. തനിക്ക് എന്താണ്, എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛൻ അതു കൈവന്നോട്ടെ. അപ്പോൾ എന്തിലും ഏറെ കാമ്യമായിട്ടുള്ളത്, താല്പര്യമായിട്ടുള്ളത് പണമാണ്. അപ്പോൾ എന്താണ്, പാരമ്പര്യത്തെക്കാളും സംസ്കാരത്തെക്കാളും പൈതൃകത്തെക്കാളും ഒക്കെ വലുതെന്താണ്, പ്രകൃതിയെക്കാളും ഒക്കെ വലുത് പണമാണ്. അപ്പോൾ പണം എന്നുള്ള ആ സ്വാർത്ഥ ചിന്തയാൽ ആ കൂറ്റൻ മരം മഴുവേറ്റ് നിലം പതിക്കുകയാണ്. തുച്ഛൻ എന്ന് പറഞ്ഞാൽ നിസ്സാരനാണ് അല്ലേ? അപ്പോൾ പണത്തിന് വേണ്ടി സ്വന്തം മാതാവിൻ്റെ നെഞ്ചിൽ തീക്കനൽ വീഴ്ത്തുന്ന അവൻ നിസ്സാരനാണ് അല്ലെ? തുച്ഛനാണ്. അവന് എന്താണ്, പണമാണ് കാമ്യമെങ്കിൽ അതവൻ നേടട്ടെ എന്ന് പറയുകയാണ്. പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർക്കാറ്റെ, ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ. ഇപ്പോൾ പൂങ്കുലയും കൊണ്ട് ഓടി വരാറുള്ള പാലക്കാടൻ കുളിർക്കാറ്റിനോട് കവി പറയുകയാണ്, നിന്റെ ചിരന്തന ബന്ധുവിനെ, ദീർഘകാലമായുള്ള വളരെ കാലമായുള്ള ബന്ധു എവിടെയെന്ന് നീ ഞങ്ങളോട് ചോദിക്കരുത്. പൂത്തിരി കത്തിച്ച് ഞങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനിയാരും. നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും നഷ്ടമുണ്ട്. ഇനി പൂത്തിരി കത്തിച്ച് ഞങ്ങളെ നൃത്തം ചെയ്യിക്കുവാൻ ഇനി ആരുമില്ല. അപ്പോൾ എന്താണ്, നിറയെ പൂത്തു നിൽക്കുന്ന ആ മാവ് നൽകിയിരുന്ന ആ ആഹ്ലാദം, മാനസികമായ സന്തോഷം, അത് ഞങ്ങൾക്കും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പൂന്തേൻ കൂട്ടി കനികൾ ഉരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും. പൂന്തേൻ കൂട്ടി കനികൾ ഉരുട്ടി, നല്ല മധുരമുള്ള മാമ്പഴങ്ങൾ നൽകുന്ന ആ മാവ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ പൂന്തേൻ കൂട്ടി കനികൾ ഉരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും. അപ്പോൾ പൂന്തേൻ കൂട്ടി കനികൾ ഉരുട്ടി പ്രിയമോടൂട്ടാൻ ഇല്ലാരും. അപ്പം നല്ല മധുരമുള്ള പൂന്തേൻ കിനിയുന്ന കനികൾ വാത്സല്യത്തോടെ ഞങ്ങളെ ഊട്ടിയിരുന്ന ആ മാവ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാവില്ല. അപ്പോൾ ആ മാമ്പൂവ് നൽകിയിരുന്ന സന്തോഷവും മാമ്പഴങ്ങൾ നൽകിയിരുന്ന ആ സന്തോഷവും എല്ലാം ഞങ്ങൾക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പാലക്കാടൻ കുളിർക്കാറ്റിനോട് കവി പറയുകയാണ്. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം.
ആദ്യ ചോദ്യം, പുളിമാവ് വെട്ടിയപ്പോൾ പ്രകൃതിയിലുണ്ടായ പ്രതികരണങ്ങളെ കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ്? കണ്ടെത്തി അവതരിപ്പിക്കുക. പുളിമാവ് വെട്ടിയപ്പോൾ പ്രകൃതിയിലുണ്ടായ പ്രതികരണങ്ങളെ കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ്? കണ്ടെത്തി അവതരിപ്പിക്കുക. പ്രശസ്ത കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ശ്രദ്ധേയമായൊരു കവിതയാണ് പുളിമാവ് വെട്ടി. പുറംപറമ്പിൽ നിൽക്കുന്ന പുളിമാവ് വെട്ടാൻ ഉടമ കൽപ്പന പുറപ്പെടുവിക്കുന്നതും തുടർന്നു നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് കവിതയ്ക്കാസ്പദം. പുളിമാവ് വെട്ടാനുള്ള ഉടമസ്ഥന്റെ കൽപ്പന കേട്ട് ഒട്ടുമാവുകൾ നാവു കടിച്ചു നിന്നുപോയി. ഒട്ടുമാവിന്റെ ആശങ്കയും ഭയവും ഇവിടെ പ്രകടമാണ്. നാളെ അവയും വെട്ടിവീഴ്ത്തപ്പെടാമെന്ന ചിന്തയാണ് ഒട്ടുമാവുകളെ ആശങ്കപ്പെടുത്തുന്നത്. പുളിമാവ് മഴുവേറ്റ് നിലം പതിച്ചപ്പോൾ ഭൂഗോളമാകെ പ്രകമ്പനം കൊണ്ടു. ഭൂമിയാകുന്ന അമ്മ മാറിൽ തീക്കനൽ വീണാൽ എന്നതുപോലെ പുളഞ്ഞു. പുളിമാവിന് പൂങ്കുലകൾ സമ്മാനിക്കാനായി ഓടിയെത്തിയിരുന്ന പാലക്കാടൻ കുളിർക്കാറ്റ് തൻ്റെ പ്രിയ ബന്ധുവിനെ കാണാതെ മടങ്ങി. ഇവയെല്ലാമാണ് പുളിമാവ് വെട്ടിയപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ. അടുത്ത ചോദ്യം, സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ, എന്തിനുമേറെ കാമ്യം പണമേ തുച്ഛന്നതു കൈ വന്നോട്ടെ. എന്തിനേയും ലാഭക്കൊതിയോടെ നോക്കിക്കാണുന്ന ആധുനിക മനുഷ്യന്റെ മനോഭാവമാണോ ഈ വരികളിൽ പ്രകടമാവുന്നത്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. പുറംപറമ്പിൽ നിൽക്കുന്ന പുളിമാവുമായി അയാൾക്ക് അല്പം പോലും ആത്മബന്ധമില്ലെന്നു കാണാം. ആ മരം നല്ലൊരു കച്ചവട വസ്തുവായി അയാൾ കാണുന്നു. തണലും കനിയും നൽകി തല ഉയർത്തി നിൽക്കുന്ന ആ പടുവൃദ്ധൻ മരം അയാൾ വെട്ടിവീഴ്ത്തുന്നു. സ്വന്തം അമ്മയുടെ നെഞ്ചിൽ കനലെരിഞ്ഞാലും കുഴപ്പമില്ല, തനിക്ക് പണം കിട്ടണമെന്ന സ്വാർത്ഥ ചിന്തയാണ് ഉടമയ്ക്ക്. പ്രകൃതിയെയും വൃക്ഷങ്ങളെയും ലാഭേച്ഛയോടെ നോക്കിക്കാണുന്ന ആധുനിക മനുഷ്യന്റെ മനോഭാവമാണ് ഉടമസ്ഥനിൽ പ്രതിഫലിക്കുന്നത്. അടുത്ത പഠന പ്രവർത്തനം, പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ. മറ്റൊരു സന്ദർഭമുണ്ട്, പൂത്തിരി കത്തി ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനിയാരും. വരികളിലെ കൽപ്പനകൾ വിശകലനം ചെയ്യുക. സമാനമായ കൽപ്പനകൾ കാവ്യഭാഗത്തു നിന്ന് കണ്ടെത്തി അവയുടെ ഭംഗി വിശദമാക്കുക. വർഷങ്ങളായി ആ പുളിമാവ് കിളികളുടെ ആവാസസ്ഥലമായിരുന്നു. എന്നാൽ അവ അവിടെ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നു. പച്ചത്തണലും കൊത്തിയെടുത്തുകൊണ്ട് അകലേക്ക് പറന്നു പോകാനാണ് കിളികളോട് ആവശ്യപ്പെടുന്നത്. ഇനി ആ പുളിമാവിന്റെ തണലിൽ അവയ്ക്ക് വിശ്രമിക്കുവാൻ സാധിക്കുകയില്ല. കാരണം അവിടെ കുടിപാർക്കാൻ അവർക്കാരും പട്ടയം നൽകിയിട്ടില്ല. പട്ടയവും അവകാശവും അധികാരവും ഉടമയ്ക്ക് മാത്രമാണ്. രണ്ടാമത്തെ സന്ദർഭം, പൂത്തിരി കത്തി ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനിയാരും. മാമ്പൂവിന്റെ കുലകൾ ആകൃതിയിൽ പൂത്തിരി കത്തിച്ചതുപോലെയാണ് കാണപ്പെടുക. പുളിമാവ് ചുവടറ്റു വീഴുന്നതോടെ ആ പൂങ്കുലകൾ ഇല്ലാതാവുകയാണ്. ഇനി പൂത്തിരി കത്തിച്ച് നൃത്തം ചെയ്യിക്കാൻ ആരുമില്ല. നിറയെ പൂത്തു നിൽക്കുന്ന മാവ് കാണുമ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സ് ആഹ്ലാദത്താൽ നൃത്തം ചെയ്തിരുന്നു. നാട്ടിൻപുറങ്ങളിലെ ആ സൗഭാഗ്യങ്ങളെല്ലാം ഇന്ന് ഗൃഹാതുരമായ ഓർമ്മകളായി മാറിയിരിക്കുന്നു. അടുത്ത ചോദ്യം, പരിസ്ഥിതി അതിൻ്റെ തനിമയോടെ എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതാണെന്ന കാഴ്ചപ്പാട് അടയാളപ്പെടുത്തുന്ന കവിതാഭാഗമാണ് പുളിമാവ് വെട്ടി. ഈ പ്രസ്താവനയെ മുൻനിർത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. പരിസ്ഥിതി അതിൻ്റെ തനിമയോടെ എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന കാഴ്ചപ്പാട് അടയാളപ്പെടുത്തുന്ന കവിതാഭാഗമാണ് പുളിമാവ് വെട്ടി. ഈ പ്രസ്താവനയെ മുൻനിർത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഏറെ ശ്രദ്ധേയമായ ഒരു കവിതയാണ് പുളിമാവ് വെട്ടി. ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലവും പുളിമാവ് വെട്ടി എന്ന കവിതയും പ്രമേയപരമായി ചില സമാനതകൾ പുലർത്തുന്നതായി കാണാം. രണ്ടും പരിസ്ഥിതി കവിതകളാണ്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം വരുന്നതോടെ തൻ്റെ ഗ്രാമത്തിനും ഭാരതപ്പുഴയ്ക്കും സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെ ദീർഘദർശനം ചെയ്യുന്ന കവിതയാണ് കുറ്റിപ്പുറം പാലം. കവി ആശങ്കപ്പെട്ടതുപോലെ ഭാരതപ്പുഴ ഇന്ന് ഒരു അഴുക്കുചാലായി മാറിയിരിക്കുന്നു. പുറംപറമ്പിൽ നിന്നിരുന്ന പുളിമാവ് വെട്ടാൻ ഉടമ കൽപ്പന പുറപ്പെടുവിക്കുന്നതും തുടർന്നു നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് പുളിമാവ് വെട്ടി എന്ന കവിതയ്ക്കാസ്പദം. ആ പുളിമാവിന്റെ ചുവട് നാട്ടിലെ കുട്ടികളുടെ കളിസ്ഥലമായിരുന്നു. ആരാന്റെ കുട്ടികളുടെ ആ പൂരം ഇനി എൻ്റെ പറമ്പിൽ വേണ്ട,
അത് മുറിച്ചു തള്ളി പലക പിടിക്കാനാണ് ഉടമ ആജ്ഞാപിക്കുന്നത്. ഒട്ടുമാവുകൾ ഉടമയുടെ കൽപ്പന കേട്ട് നാക്കുകടിച്ചു നിന്നുപോയി. പുളിമാവിന്റെ വിധി തന്നെയാണോ നാളെ തങ്ങൾക്കുമുണ്ടാവുക എന്ന ആശങ്കയും ഭയവും അവ പ്രകടമാക്കുന്നുണ്ട്. പറവകളോട് പച്ചത്തണലും കൊത്തിയെടുത്ത് അകലേക്ക് പറന്നു പോകാനാണ് ആവശ്യപ്പെടുന്നത്. ആ പുളിമാവിന്റെ തണൽ ഇനി അവയ്ക്കില്ല. തണലും കൂടും കനിയും പറവകൾക്ക് നഷ്ടമാകുന്നു. ജനിച്ച നാൾ മുതൽ ഇന്നുവരെ തലകുനിക്കാത്ത ആ മാവ് കൂറ്റൻ മഴുവേറ്റ് നിലം പതിച്ചു. പുളിമാവ് നിലം പതിച്ചപ്പോൾ ഭൂചക്രമാകെ കുലുങ്ങുകയും ഭൂമിയാകുന്ന അമ്മയുടെ മാറിൽ തീക്കനൽ പതിക്കുകയും ചെയ്തു. അമ്മയുടെ മാറിൽ തീക്കനൽ എരിഞ്ഞാലും സാരമില്ല, തനിക്ക് പണം മതിയെന്ന സ്വാർത്ഥ ചിന്തയാണ് ഉടമയ്ക്ക് എന്ന് കവി വിമർശിക്കുന്നു. പ്രകൃതിയെയും മരങ്ങളെയും ലാഭേച്ഛയോടെ നോക്കിക്കാണുന്ന ആധുനിക മനുഷ്യന്റെ മനോഭാവമാണ് മാവു വെട്ടാൻ ആജ്ഞാപിക്കുന്ന ഉടമസ്ഥനിൽ കാണുന്നത്. അയാൾക്ക് മണ്ണിനോടോ മരത്തോടോ കിളികളോടോ യാതൊരു മമതയുമില്ല. പുളിമാവ് മുറിച്ചു തള്ളാൻ കൽപ്പിക്കുന്നതിലൂടെ അത് വ്യക്തമാകുന്നുണ്ട്. മണ്ണും മരങ്ങളും തൻ്റെ മാത്രമാണ് എന്ന സ്വാർത്ഥ ചിന്തയാണ് ഉടമയ്ക്ക്. പ്രകൃതിയുടെ മേലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തുമെന്ന സൂചന കവിതയിലുണ്ട്. മാവ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകം തന്നെയാണ്. പുളിമാവിന്റെ പതനം നമ്മുടെ സംസ്കാരത്തിന്റെ തന്നെ തകർച്ചയാണെന്നും കാണാം. അടുത്ത ചോദ്യം ഒരു എഡിറ്റോറിയൽ ആണ്. എല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാർത്തിക്കുള്ളതില്ല. ഗാന്ധിജി. ഇപ്പോൾ ഗാന്ധിജിയുടെ ശ്രദ്ധേയമായ വാക്കുകളാണിവ. ഈ പ്രസ്താവനയുടെ പൊരുൾ പരിശോധിച്ച് പ്രകൃതിയെ സ്നേഹിക്കാം നല്ല നാളേക്കായി എന്ന വിഷയത്തിൽ ഒരു മുഖപ്രസംഗം തയ്യാറാക്കുക. മുഖപ്രസംഗം എന്നാൽ എഡിറ്റോറിയൽ എന്നാണ് എന്ന് നമുക്കറിയാം. അപ്പം ഗാന്ധിജിയുടെ വാക്കുകളുടെ പൊരുൾ പരിശോധിച്ച് പ്രകൃതിയെ സ്നേഹിക്കാം നല്ല നാളേക്കായി എന്ന വിഷയത്തിൽ ഒരു മുഖപ്രസംഗം തയ്യാറാക്കുക. പ്രകൃതിയെ സ്നേഹിക്കാം നല്ല നാളേക്കായി. മനുഷ്യന് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കണമെങ്കിൽ പ്രകൃതി സംരക്ഷണം ആവശ്യമാണ്. കുന്നും താഴ്വരയും പുഴയും വൃക്ഷങ്ങളും എല്ലാം ചേർന്ന സുന്ദരമായ ഈ ഭൂപ്രകൃതി അതിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്താതെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രകൃതിയുടെ താളം തെറ്റിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റും. വികസനത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും മറവിൽ നമ്മൾ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുന്നു. ഒരു നിയന്ത്രണവുമില്ലാത്ത ഈ ചൂഷണം വരും തലമുറയുടെ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്നത് തീർച്ചയാണ്. എല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാർത്തിക്കുള്ളതില്ല എന്ന ഗാന്ധിജിയുടെ വാക്കുകളുടെ അർത്ഥവ്യാപ്തി ഇനിയെങ്കിലും നാം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണവും നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും പ്രകൃതിയിലേൽപ്പിക്കുന്ന ആഘാതങ്ങൾ ചെറുതല്ല. ശാസ്ത്രത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പ് നമ്മുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി എന്നത് ശരി തന്നെ. വികസനത്തിനായുള്ള വ്യഗ്രതയിൽ പ്രകൃതി നശിക്കുന്നതും ജീവവായു പോലും മലിനമാകുന്നതും നാം കാണാതെ പോകരുത്. ഇന്ന് നമുക്കുള്ള നിയമങ്ങളും സംവിധാനങ്ങളും പരിസ്ഥിതി സംരക്ഷണത്തിന് മതിയാവാതെ വരുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിനും പ്രകൃതി സംരക്ഷണത്തിനും ശാസ്ത്രീയവും ഫലപ്രദവുമായ സംവിധാനങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ ഇന്ന് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. കൊടിയ വരൾച്ചയും പ്രളയവും ഉരുൾപൊട്ടലുമൊക്കെ നമ്മുടെ ജീവിതത്തിന് ഇന്ന് വലിയ വെല്ലുവിളിയായി തീർന്നിരിക്കുന്നു. ഒരു നല്ല നാളേക്കായി നമുക്ക് പ്രകൃതിയെ സംരക്ഷിച്ചേ മതിയാകൂ. അതിനായി നമുക്ക് വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കാം. നാം അധിവസിക്കുന്ന പരിസ്ഥിതി മലിനമാകാതെ സൂക്ഷിക്കാം. പ്രകൃതിയെ സ്നേഹിക്കാം. നമ്മൾ പാഠം പഠിച്ചു കഴിഞ്ഞു. പുളിമാവ് വെട്ടി എന്ന കവിത പരിചയപ്പെടുകയും പാഠവിശകലനം നടത്തുകയും പഠന പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പം നിങ്ങൾക്ക് പാഠം പ്രയോജനപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.